നിങ്ങൾക്ക് സമാധാനം. ചിലപ്പോൾ എന്നെ പോലെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം നാളെ എന്ത് എന്നറിയാത്ത ഒരു വേദനിക്കുന്ന സാഹചര്യം ആയിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ജോലിയിലുള്ള പരാജയം, കൂട്ടുകാരുമായുള്ള പരാജയം, എന്തുമാകാം. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു വചനം പറയാവേ. അത് സങ്കീർത്തനം 34:10. സിംഹകുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. കർത്താവിനെ അന്വേഷിക്കണം. ഈ അന്വേഷണം എന്നത് വിശാലമായ സബ്ജക്റ്റാണ്. ചുരുക്കി നിങ്ങളോട് പറയാം. ഒന്ന്, സകലതും സൃഷ്ടിച്ച സർവശക്തനിൽ വിശ്വസിക്കുക. രണ്ട്, അവനെ ആശ്രയിക്കുക. വിശ്വസിച്ചാൽ മാത്രം പോരാ, അവനെ ആശ്രയിക്കണം. നീ എൻ്റെ പിതാവാണ്, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, നീ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ആ ആശ്രയം കിടക്കുന്നത്. മൂന്ന്, അവന്റെ വചനത്തിലൂടെ അവൻ നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവന്റെ പ്രവാചകന്മാർ വഴി അവൻ എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കണം. നാല്, അവന്റെ വചനവിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കണം, ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് ജെറമ്യയുടെ പുസ്തകം 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അതായത് നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ വെറുതെ എല്ലാവരുടെയും കൂടെ കൂടി ഒച്ചപ്പാടും ബഹളവും വെക്കുന്നതിന് പകരം ഫ്രം ദി ഹാർട്ട് ഒരു ഇന്റിമസി ദൈവവുമായി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് അന്വേഷിച്ചാൽ അവനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുള്ളത് പോലെ തോന്നും. അവരെല്ലാം നിങ്ങളുടെ പ്രശ്നത്തിൽ സഹകരിക്കുന്ന പോലെ തോന്നും. അവരെല്ലാം നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര ജോയ്ഫുൾ ആയിരിക്കും. ഇതെന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്.